Hello friends, welcome to our channel. Now we will unboxing a smartwatch. ഒരു 15-18 റേഞ്ചിലൊക്കെ വരുന്ന ഒരു ബെസ്റ്റ് സ്മാർട്ട് വാച്ച് എന്നാണ് പറയാം. അതും rugged സെഗ്മെന്റിൽ, അതായത് നമ്മുടെ G-Shock പോലത്തെ ഒരു മോഡൽ ഉണ്ടല്ലോ. Amazefitന്റെ Trex 2 എന്ന ഒരു സ്മാർട്ട് വാച്ചിന്റെ അൺബോക്സിംഗ് സംഭവങ്ങളൊക്കെ നമ്മൾ നോക്കാൻ പോകുന്നത്. ഇത് പുതിയ മോഡലാണ്, Trex 2ന്റെ പുതിയ മോഡലാണ്. നമ്മുടെ 𝗵𝗂𝗧 ആയിട്ട് വരുന്ന പുതിയ മോഡലാണ്. അവരുടെ ബോക്സുകൾ കാണാൻ നല്ല ബോക്സ് ഒക്കെ കിടിലൻ സാധനമാണ്. Amazfit എന്ന് പറയുന്നത് ഒരു ചൈനീസ് ഇന്റർനാഷണൽ ബ്രാൻഡാണ്. നമ്മുടെ മീക്കാർക്കൊക്കെ ഫാച്ചിങ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു ബ്രാൻഡാണ്. അപ്പോൾ കിടിലൻ ക്വാളിറ്റി സെൻസേഴ്സും സംഭവങ്ങളൊക്കെയാണ് Amazfitന്റെ ഉപയോഗിക്കുന്നത്. അപ്പോൾ നിങ്ങളൊരു വാച്ച് നോക്കുന്നുണ്ടെങ്കിൽ ഒരു അത്യാവശ്യം ബഡ്ജറ്റ് റേഞ്ചിൽ വാച്ച് നോക്കുന്നുണ്ടെങ്കിൽ മിനിമം Amazfitന്റെ വാങ്ങിക്കാൻ നോക്കുക. നമ്മുടെ ഈ ഫയർബോൾട്ട് പോലത്തെ ഈ ലോക്കൽ കൂതറ സാധനം വാങ്ങിക്കരുത്. എന്ന് വെച്ചാൽ അത് ഒരു 99% സാധനങ്ങളും ചൈനീസ് ഇമ്പോർട്ട്, ലോക്കൽ ചൈനീസ് സാധനങ്ങൾ ഇമ്പോർട്ട് ചെയ്തിട്ട് അത് വെറുതെ റീബ്രാൻഡ് ചെയ്ത് വെക്കുന്നതാണ്. അവർക്ക് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് സംഭവങ്ങളൊന്നും ഇല്ല, ഒരു ചിലവില്ല. ഫുൾ മാർക്കറ്റിംഗ് എല്ലാ ടി വിക്കാരെയും ക്രിക്കറ്റേഴ്സാരും എല്ലാവരെയും വെച്ചിട്ട് മാർക്കറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 3000-4000 ഒരു 3000 താഴേക്ക് ആണെങ്കിൽ നിങ്ങൾക്ക് ആക്ച്വലി ഇങ്ങനത്തെ ലോക്കൽ ബ്രാൻഡുകൾ എടുക്കാം. ബോട്ട് പിന്നീട് ബോട്ട് എടുക്കായിരിക്കും പിന്നെ നല്ലത്. എന്ന് വെച്ചാൽ കുറച്ചും കൂടി അവർ ഇന്ത്യൻ മെയ്ഡ് ഇൻ ഇന്ത്യ പ്രൊഡക്ട്സ് ഉണ്ടാക്കുന്നുണ്ട്. ഫയർബോൾ ഞാൻ തീരെ റെക്കമെൻഡ് ഇല്ല, തനി തട്ടിപ്പാണ് അവർ നടത്തുന്നത്. അവർ പടം കാണിച്ചിൻ്റെ വേറെ ഉള്ളിൽ വേറെ സാധനമായിരിക്കും. അങ്ങനെ കുറേ ഓൾറെഡി യൂട്യൂബേഴ്സ് അവർ ഇട്ടിട്ടുണ്ട്, മെയിൻ ഫേമസ് ആയ ആൾക്കാർ അവർ ഇട്ടിട്ടുണ്ട് ഇതിൻ്റെ കുറിച്ച്. ഫയർബോൾ ഞാൻ തീരെ റെക്കമെൻഡ് ചെയ്യുന്നില്ല. ഒരു 3000, 4000, 5000 ഒക്കെ എബോവ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും Amazfitനെ നോക്കിയാൽ മതി. അപ്പോൾ Amazfitന്റെ 5000 തൊട്ട് നമുക്ക് മുകളിലേക്ക് കുറേ മോഡൽസുകൾ അവൈലബിൾ ഉണ്ട്. അപ്പോൾ അതിൽ നമ്മൾ Trex മോഡൽ നമ്മൾ നോക്കാൻ പോകുന്നത്. ഞാൻ ആക്ച്വലി ഇത് വാങ്ങിച്ചതാണ്. ഇതിന് ഓൾമോസ്റ്റ് നമുക്ക് ഒരു 16 സംതിങ് ആക്കിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ 17000 നമുക്ക് ആമസോണിലൊക്കെ അവൈലബിൾ ആണ്. ഇത് ഗ്രീൻ കളർ മോഡലാണ് ഞാൻ വാങ്ങിച്ചത്. ഞാൻ ആക്ച്വലി ഒരു G-Shock വാങ്ങിച്ചാലോ എന്നാണ് വിചാരിച്ചത്. പിന്നെ നമുക്ക് നോക്കിയപ്പോൾ അതേ മോഡലിൽ നമുക്കൊരു ടഫ് സെക്ഷനിൽ അതേ ലുക്കായിട്ട് നമുക്കൊരു സ്മാർട്ട് വാച്ച് കിട്ടുന്നുണ്ടെങ്കിൽ പിന്നെ അതാണുള്ളത് നല്ലത്. എന്താ വെച്ചാൽ ഞാൻ ആക്ച്വലി എൻ്റെ പ്രൈമറി ആയിട്ട് വാച്ച് ഉപയോഗിക്കുന്നത് നമ്മുടെ ആപ്പിൾ വാച്ചാണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കും. പിന്നെ നമുക്ക് ആപ്പിൾ iOS സപ്പോർട്ട് വേണം. അപ്പോൾ ഞാൻ പിന്നെ നോക്കിയത് സാംസങ് ആയിരുന്നു. എന്താ വെച്ചാൽ എൻ്റെ സെക്കൻഡറി ഫോൺ സാംസങ്ങിൻ്റെ ഫോണാണ്. അപ്പോൾ അതിൽ ഞാൻ പക്ഷേ ഇത് കൊണ്ടുപോകാറോ അങ്ങനെ സംഭവം ചെയ്യാറില്ല, പുറത്തേക്കൊന്നും കൊണ്ടുവരുന്നില്ല. നമ്മുടെ സെക്കൻഡറി ഫോൺ നമ്പറാണ്. അപ്പോൾ അത് ഞാൻ പുറത്തേക്ക് കൊണ്ടുവരുന്നില്ല. അപ്പോൾ അതിൽ നമുക്ക് സാംസങ് വാച്ച് ഇട്ടിട്ട് കാര്യമില്ല, നമ്മുടെ iOS ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആക്ച്വലി ഈ സാധനം സെലക്ട് ചെയ്തിട്ട്. അപ്പോൾ ഇതിൻ്റെ വേറെ മോഡൽ നമ്മൾ കുറച്ച് 2 ആഴ്ച മുമ്പ് നമ്മൾ വേറൊരു Amazfitന്റെ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു ഓൾറെഡി. അപ്പോൾ ഇതിൻ്റെ അൺബോക്സിംഗ് സംഭവങ്ങളൊക്കെ നോക്കാൻ പോകുന്നത്. ഇതിൻ്റെ MRP കൊടുത്തെങ്കിൽ 22,000 രൂപയ്ക്കാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ബെസ്റ്റ് ബൈ ലിങ്ക് ഞാൻ താഴെ നിന്നിട്ട് താല്പര്യമൊക്കെ പോയി നോക്കാൻ മറക്കണ്ട കേട്ടോ. പിന്നെ അത്യാവശ്യം നല്ല ബാക്കപ്പും കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ്. സഫയറിൻ്റെ ഗ്ലാസ് ഒക്കെയാണ് വരുന്നത്, സ്ക്രാച്ച് ആവില്ല. പിന്നെ ഡുവൽ ബാൻഡ് GPS കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, 5 GNSS വരുന്നുണ്ട്, ലോ ടെമ്പറേച്ചർ ഓപ്പറേഷൻസ്, അൾട്രാ ലോങ് ബാറ്ററിയാണ് വരുന്നത്. 25 ദിവസമൊക്കെ നമുക്ക് ബാറ്ററി ബാക്കപ്പ് കിട്ടും. ഓവറോൾ കിഡു സാധനം തന്നെ പറയാം. ബിൽഡ് ക്വാളിറ്റി ഒക്കെ ഒരു കിഡു സാധനമാണ്. നമ്മുടെ ഡിസ്പ്ലേ ആയാലും എല്ലാം കിഡു സംഭവമാണ്. എന്ന് വെച്ചാൽ നമുക്ക് റഫായിട്ട് ഉപയോഗിക്കാം, നമ്മുടെ G-Shock ഉപയോഗിക്കുന്ന പോലെ റഫായിട്ട് ഉപയോഗിക്കാൻ ഒരു പ്രോബ്ലം വരില്ല കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അൺബോക്സിംഗ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് മുമ്പ് ചാനൽ പുതിയ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ആക്കാൻ മറക്കണ്ട. നമ്മുടെ 2ാം ചാനൽ കാണാത്തൊരു പോയി കണ്ടു വെക്കുക, സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാം കേട്ടോ. നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജിൽ അവൈലബിൾ ആണ്, പേജ് ഫോളോ ചെയ്യാൻ നിങ്ങൾക്ക് മെസ്സേജ് വരും. അപ്പോൾ അത് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിലേക്ക് പോകാം. ഇതാണ് നമ്മൾ നേരത്തെ കണ്ട Amazfitന്റെ Trex 2ന്റെ ബോക്സ് വരുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ബ്ലാക്കും ഓറഞ്ചും ആയിട്ടുള്ള നല്ലൊരു കളർഫുൾ ബോക്സ് തന്നെ വന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് കിട്ടിക്കുന്നത് ഗ്രീൻ കളറാണ്. ഞാൻ ആക്ച്വലി വാങ്ങിച്ചേക്കുന്നത് ഗ്രീൻ കളറാണ്. ഇതിന് ഗ്രീൻ കളറും ഉണ്ട്, ബ്ലാക്ക് ഉണ്ട്, ബ്ലാക്ക് ഗോൾഡ് ഉണ്ട്, അങ്ങനെ കുറേ കളേഴ്സുകളുണ്ട് കേട്ടോ. ഓൾമോസ്റ്റ് നമുക്കൊരു 16,000 to 17,000 ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. നമുക്ക് ആമസോണിലൊക്കെ അവൈലബിൾ ആണ്. ഞാൻ താല്പര്യമുള്ളവർക്ക് നമ്മുടെ ബെസ്റ്റ് ബൈ ലിങ്ക് ഞാൻ താഴെ ഇടാം കേട്ടോ. അപ്പോൾ ഞാൻ പ്രൈമറിലി ഉപയോഗിക്കുന്നത് നമ്മുടെ ആപ്പിൾ വാച്ചാണ്. അപ്പോൾ നമ്മൾ സെക്കൻഡറി ആയിട്ട് ഒരു നമ്മുടെ iOSൽ പറ്റുന്ന ഒരു സ്മാർട്ട് വാച്ച് നോക്കിയപ്പോൾ നമ്മൾ Amazfitന്റെ അടുത്താണ്. പിന്നെ ബാക്കി കുറേ ഉള്ളത് ഫയർഫോക്സ്, അങ്ങനത്തെ കുറേ ഫയർബോൾട്ട് ബോട്ടും സംഭവങ്ങളൊക്കെയാണുള്ളത്. പക്ഷേ ലോക്കലാണ്, ശരിക്കും സ്മാർട്ട് ബ്രാൻഡാണ്. ജസ്റ്റ് ചുമ്മാ സ്മാർട്ട് വാച്ച് എന്ന് പറഞ്ഞ് ഇറക്കുന്നതാണ്. ഒരു ഫുൾ ചൈനീസ് ലോക്കൽ ചൈനീസ് ആണ് റീബ്രാൻഡ് ഇറക്കുന്നതാണ്. പിന്നെ ആ ബഡ്ജറ്റിൽ വരുന്നവർക്ക് പിന്നെ വേറെ ഓപ്ഷൻ ഇല്ല, അത് വേറെ കാര്യം. നമ്മൾ നോക്കിയത് അത്യാവശ്യം ഒരു ആവറേജ് ബഡ്ജറ്റിൽ ഒരു 20-20 റേഞ്ചിലൊക്കെ ബഡ്ജറ്റിൽ iOSൽ വരുന്ന മോഡലാണ് നോക്കിയത്. ഞാൻ ആക്ച്വലി സാംസങ്ങിൻ്റെ മോഡൽ നോക്കിയത്. പക്ഷേ സാംസങ് നമുക്ക് നമ്മുടെ iOSൽ സപ്പോർട്ട് വരുന്നില്ല, അതാണ് കുഴപ്പം. അല്ലെങ്കിൽ കിടിലൻ സാധനമായിരുന്നു സാംസങ്ങിൻ്റെ, പക്ഷേ സപ്പോർട്ട് വരുന്നില്ല. എൻ്റെ സെക്കൻഡറി ഫോൺ അവിടത്തേക്കുന്നത് സാംസങ് ആണ്. പക്ഷേ എന്നാലും നമ്മളത് ഐഫോൺ അങ്ങനെ നമ്മൾ പുറത്തേക്ക് സംഭവത്തൊന്നും കൊണ്ടുവരില്ല, അതുകൊണ്ട് അത് ഉപയോഗം ഉണ്ടാവില്ല. പിന്നെ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ Amazfitനെ വാങ്ങിച്ചത്. നമ്മൾ ഇതിന് കുറച്ച് ദിവസം മുമ്പ് നമ്മൾ Amazfitന്റെ വേറെ മോഡൽ നമ്മൾ പരിചയപ്പെട്ടായിരുന്നു. അപ്പോൾ എന്തായാലും നമുക്കിത് അൺബോക്സ് ചെയ്യും. ഇത് ആക്ച്വലി ഒരു G-Shock മോഡലാണ്. ഞാൻ ആക്ച്വലി G-Shock വാങ്ങിച്ചാലോ വിചാരിച്ചിരുന്നു. പിന്നെയാണ് നമ്മൾ വിചാരിച്ച G-Shockന്റെ മോഡലിൽ ഒരു സ്മാർട്ട് വാച്ച് കിട്ടണമെങ്കിൽ പിന്നെ അത് വാങ്ങിച്ചാൽ പോരെ. അപ്പോൾ ഇത് ഒരു മിലിറ്ററി ഗ്രേഡ് ടഫ്നെസ് വരുന്ന ഒരു പ്രൊഡക്റ്റാണ്. ഗ്രാഫൈറ്റ് ഗ്ലാസ് ഒക്കെ ആയിട്ട് വരുന്നതാണ്. ഓൾമോസ്റ്റ് നിങ്ങൾക്ക് അതിൻ്റെ ഡിസൈൻ കണ്ടറിയേണ്ടായിരിക്കും. ഓൾമോസ്റ്റ് G-Shockന്റെ സ്റ്റൈലാണ്. 𝗵𝗂𝗧 ആണ് ഇതിൽ വരുന്നത്. അതുപോലെ തന്നെ അൾട്രാ ലോങ് ബാറ്ററി ലൈഫ് ഒക്കെ കിട്ടും. നമുക്ക് 24 days ഒക്കെ ബാറ്ററി ലൈഫ് കിട്ടും.
ഡ്യുവൽ ബാൻഡ് GPS വരുന്നുണ്ട്, 5 GNSS വരുന്നുണ്ട്, ലോ ടെമ്പറേച്ചർ ഓപ്പറേഷൻസ് ആണ്. അതുപോലെ തന്നെ മിലിറ്ററി ഗ്രേഡ് സർട്ടിഫിക്കേഷൻ ഉള്ളതാണ്, അൾട്രാ ലോങ് ബാറ്ററി ലൈഫ് എന്ന് എഴുതിയിട്ടുണ്ട്. സൈഡിലായിട്ട് Amazfitന്റെ ബ്രാൻഡിങ് കൊടുത്തിട്ടുണ്ട്, ബാക്ക് സൈഡിലായിട്ട് അതിൻ്റെ കുറേ സ്പെസിഫിക്കേഷൻസ് സംഭവങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ MRP കൊടുത്തേക്കുന്നത് 22,000 ആണ് കേട്ടോ. നമുക്ക് 22,000 ഒന്നുമില്ല. ഇമ്പോർട്ട് ജൂലൈ 2023 ലേറ്റസ്റ്റ് പ്രോഡക്റ്റ് ആണ് ഇത്. ആക്ച്വലി ഇതിൻ്റെ ഒരു പുതിയ മോഡൽ Amazfit Trexന്റെ പുതിയ മോഡൽ റീസെൻ്റ്ലി കഴിഞ്ഞ മാസം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അത് ആ മോഡലാണ് കണ്ടത്. പണ്ട് നമുക്ക് ഒരു കൊല്ലം മുമ്പ് കിട്ടുന്ന മോഡലല്ല, അത് വ്യത്യാസമുണ്ട് ചെറുതായിട്ട്. അപ്പോൾ ഇതിൻ്റെ മോഡൽ നമ്പർ വരുന്നത് A2170 എന്നൊരു മോഡൽ നമ്പറുണ്ട്. അപ്പോൾ നമുക്കിത് സീൽഡ് ബോക്സ് ആണ്. അപ്പോൾ നമുക്കിത് സീൽ കട്ട് ചെയ്യാം. നോക്കട്ടെ, എവിടെയാണ് കിട്ടുന്ന സീലുള്ളൂ. അത് തന്നെയാണ് ഉണ്ട് സീൽ. അപ്പോൾ നമുക്ക് ഇവിടെ കട്ട് ചെയ്യാം. ഓക്കെ, നമ്മൾ ആ സീൽ കട്ട് ചെയ്തു. അപ്പോൾ ഓപ്പൺ ചെയ്യാം. ഓക്കെ, ഞാൻ ജസ്റ്റ് വേണമെങ്കിൽ ഒന്ന് സൂം ഔട്ട് ചെയ്യാം. ഓക്കെ, നമ്മുടെ ഫുൾ ഏരിയ കിട്ടാൻ വരുന്നില്ലല്ലോ. അതിൻ്റെ ഉള്ളിലൊരു വേറെ ബോക്സ് ഉണ്ടായിരിക്കും. അതെല്ലാം നമ്മുടെ Amazfitന്റെ എല്ലാ സ്റ്റൈലും അതുപോലെ തന്നെയാണ്. Amazfitന്റെ ലോഗോ റീസെൻ്റ്ലി മാറിയിട്ടാണ് ഒരു എന്താ പറയുക, ഒരു ഗിന്നിപ്പിക്കിൻ്റെ പോലത്തെ ഒരു ലോഗോ പോലെ ആയിട്ടപ്പോൾ. പണ്ട് ഈ ലോഗോ ആയിരുന്നില്ല, പുതിയ ലോഗോ ആണത്. അവർ ലോഗോ റീസെൻ്റ്ലി മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഈ ബോക്സ് ഓപ്പൺ ചെയ്യാം. ലൈറ്റ് വെയിറ്റ് ആണ്, പക്ഷേ ബിൽഡ് ക്വാളിറ്റി ബോക്സിൻ്റെ ബിൽഡ് ക്വാളിറ്റി ഒക്കെ ടോപ്പ് നോച്ച് തന്നെ പറയാം. നമുക്ക് മുകളിലായിട്ട് പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇവിടെ. അപ്പോൾ നമ്മുടെ വാച്ച് ഇരിക്കുന്നുണ്ട്, 𝗵𝗄𝗄𝗄𝗆 കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഒരു മിലിറ്ററി ഗ്രീൻ കളറാണ്. അപ്പോൾ അതിൻ്റെ കളർ നിങ്ങൾക്ക് അറിയാണ്ടിരിക്കുക. എന്താ വെച്ചാൽ എൻ്റെ ഐഫോൺ ഗ്രീൻ കളറാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഗ്രീൻ കളർ വാങ്ങിക്കുന്നത്. എൻ്റെ എന്താ പറയുക, ഈ ആപ്പിൾ വാച്ചും ഗ്രീൻ തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മളിതിൻ്റെ ഈ സാധനം പൊളിക്കാം. ഇതിൻ്റെ സ്ക്രീൻ സൈസ് വരുന്നത് 1.39 AMOLED ഡിസ്പ്ലേ വരുന്നത്. ഇതിനുള്ളിൽ നമുക്ക് എന്തായാലും നമ്മുടെ ചാർജിങ് സംഭവങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ചാർജ് എന്തായാലും ചെയ്യേണ്ട വരും. ചാർജിങ് ഡോക്ക് ഉണ്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ. ഇത് മാഗ്നറ്റിക് ഒന്നും അല്ല കേട്ടോ, നോർമലാണ്, ഡോക്കാണ്. മാഗ്നറ്റിക് തന്നെയാണ്, മാഗ്നറ്റിക് അല്ല ഞാൻ പറഞ്ഞത്. എന്താ പറയുക, വയർലെസ് ചാർജിങ് അല്ല, നോർമൽ നമ്മുടെ Amazfitന്റെ കൂടെ കിട്ടുന്ന ഡോക്കാണ്. Type-C to Type-C അല്ല, എന്താ പറയുക, എല്ലാം വെള്ളിയാണല്ലോ വരുന്നത്. നമ്മുടെ ഇവരുടെ ഒന്നും ആയോ, അതെന്ത് ടൈറ്റാ, ഇത് ഇവിടെ കൊണ്ടുവച്ചേക്കണേ അവർ. അയ്യോ, അതാ ഇത് നോർമൽ നമ്മുടെ പിന്നിൻ്റെ സ്റ്റൈലുള്ള അത് തന്നെയാണ് ഉണ്ടത്, വ്യത്യാസമൊന്നുമില്ല. പിന്നെ നമുക്കിതിൽ കുറേ ബുക്ക്ലെറ്റ്സും സംഭവങ്ങളൊക്കെ ഉണ്ട്, വേറെ ഒന്നുമില്ല. അതാ ഒരു ആന ബുക്ക്ലെറ്റുകളുണ്ട്, വേറെ ഒന്നുമില്ല കേട്ടോ. ഒരു ബുക്ക്ലെറ്റും കൂടി ഉണ്ട്, 2 ബുക്ക്ലെറ്റും ഉണ്ട്. ഞാൻ പ്രത്യേകിച്ച് കാണിച്ചു തരുന്നില്ല. അപ്പോൾ നമ്മുടെ ഡയറക്റ്റ് നമ്മുടെ വാച്ചിലേക്ക് എത്തി. ഞാൻ വേണമെങ്കിൽ ഒന്ന് ഇനി കുറച്ച് സൂം ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ വാച്ച് വരുന്നത്. ഇത് നമുക്ക് സ്ട്രാപ്പ് ഓപ്പൺ ചെയ്യാം. നല്ല ക്വാളിറ്റി സ്ട്രാപ്പാണ് കേട്ടോ. ഗ്രീൻ എന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു ഡാർക്ക് ഗ്രീൻ അങ്ങനത്തെ സംഭവങ്ങളൊന്നുമല്ല, ഒരു മിലിറ്ററി ഗ്രീൻ തന്നെ കറക്റ്റ് പറയേണ്ടി വരും. ആ കളർ തന്നെയാണ് അത് വരുന്നത്, കണ്ടോ. ഓക്കെ, സ്ട്രാപ്പ് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ, കുഴപ്പം നല്ല ക്വാളിറ്റി ഉണ്ട്. എന്താ ഇനിയാണ് ലുക്ക് വരുന്നത്, കണ്ടോ. സ്ക്രീൻ അത്യാവശ്യം നമ്മുടെ ഓൾമോസ്റ്റ് നമ്മുടെ സ്ക്രീനല്ല, ഡിസൈൻ ഓൾമോസ്റ്റ് നമ്മുടെ G-Shockന്റെ അതേ ഡിസൈൻ തന്നെ എടുത്ത് പറയേണ്ടി വരും. അപ്പോൾ നമ്മുടെ ആപ്പിൾ വാച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഭയങ്കര ലുക്ക് ഡിഫറൻസ് ഉണ്ടല്ലോ, അതാണ് ഞാൻ ഇത് വാങ്ങിച്ചത്. അതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് നമുക്ക് അതിൻ്റെ സെൻസേഴ്സുമൊക്കെ ഇതുണ്ടായിരിക്കും, കണ്ടോ. ഇവരുടെ Amazfitന്റെ ഒക്കെ നല്ല ടോപ്പ് ക്വാളിറ്റി സെൻസേഴ്സാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. നമ്മുടെ ഈ ലോക്കൽ ഫയർബോൾട്ട് പോലത്തെ ബ്രാൻഡിൻ്റെ ചീപ്പ് ജസ്റ്റ് എന്താ പറയുക ലോക്കൽ ചൈനീസ് എന്താ പറയുക ഭംഗി വെക്കുന്ന സാധനമല്ല. Amazfitന്റെ ഒക്കെ നല്ല ടോപ്പ് ക്വാളിറ്റി സാധനമാണ്. അപ്പോൾ നിങ്ങളൊരു സ്മാർട്ട് വാച്ചൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ മാക്സിമം Amazfit ഒക്കെ വാങ്ങിക്കാൻ നോക്കാം കേട്ടോ. എന്ന് വെച്ചാൽ നമുക്ക് Amazfitൽ നമുക്ക് ഓൾമോസ്റ്റ് 5000 രൂപയ്ക്കൊക്കെ നമുക്ക് വിലവിലാണ് Amazfit എന്ന് പറയുന്നത്. നമ്മുടെ മീക്കാർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത് Amazfitകാരാണ്. സ്മാർട്ട് വാച്ചിൽ ഇവന്മാർ വേണമെങ്കിൽ കിങ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം, ചൈനീസ് ബ്രാൻഡ് തന്നെയാണ്. അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. നമുക്ക് 4 സ്വിച്ചുകൾ വരുന്നുണ്ട്. ഇവിടെ നമുക്ക് Amazfitന്റെ ബ്രാൻഡിങ് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് കണ്ടായിരിക്കും. ബാക്ക് സൈഡിൽ അവരുടെ സെൻസേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതിൽ നമുക്ക് വോയിസ് കോളിംഗ് ഫീച്ചർ വരുന്നില്ല കേട്ടോ. എന്താ വെച്ചാൽ ഒരു ടഫ്നെസ് വാച്ചാണ്, ഒരു എന്താ പറയുക ഒരു ഹെവി സംഭവങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വാച്ചാണ്. അപ്പോൾ നമുക്ക് ആ കോളിംഗ് ഫീച്ചർ ഇതിൽ ആഡ് ചെയ്തിട്ടില്ല അവർ. ബാക്കി എല്ലാ സംഭവങ്ങളും ഉണ്ട്, സെൻസേഴ്സും ബാക്കി എല്ലാ സംഭവങ്ങളും ഉണ്ട്. അപ്പോൾ നമുക്ക് ഓൺ ചെയ്യാം. മോസ്റ്റ്ലി ഇതായിരിക്കില്ല, ഇല്ലാതായിരിക്കും, ചാർജ് ഇല്ല, ഓണായിട്ടുണ്ട്. അപ്പോൾ Amazfitന്റെ ലോഗോ വന്നു, അവരുടെ പുതിയ ലോഗോ. ഈ സാധനം ഒരു സാധനം അങ്ങനെ ഇരിക്കുന്ന പോലെ ഇങ്ങനെ കളറൊക്കെ മാറുന്നുണ്ട്. അപ്പോൾ മിക്കത് എനിക്ക് ഇതിൻ്റെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരും. ഞാൻ ആപ്പ് ആക്ച്വലി നമ്മുടെ ഫോണിലുണ്ട്, അപ്പോൾ ഒന്ന് പക്ഷേ സെറ്റപ്പ് ചെയ്യേണ്ടി വരും. അവിടെ സിപ്പ് വോയിസ് ആണ് ഇത് ആക്ച്വലി വരുന്നത്. ഇവരെ എല്ലാ ഡിവൈസിലും ഓരോ വോയിസാണ് കേട്ടോ, അതാണ് പ്രത്യേകത. റേറ്റ് കൂടുന്നതനുസരിച്ച് ഓരോ വോയിസിൻ്റെ ഫീച്ചേഴ്സും കൂടും. അപ്പോൾ ടച്ച് അത് ഡൗൺലോഡ് മീഡിയ അതിൽ വരുന്നുണ്ട്.
അപ്പോൾ മൊബൈൽ ആപ്പ് എല്ലാം ആക്ച്വലി ഉണ്ട്. നമുക്കെന്തായാലും ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ എന്താ നമ്മുടെ ഇതിലെത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് ഓപ്പൺ ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ മൊബൈലിൻ്റെ ആപ്പിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ മുമ്പ് ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ നമ്മുടെ എന്താ പറയുക ഐഫോണിലത്തെ ബ്ലൂടൂത്ത് ഓണാക്കാൻ പറയുന്നുണ്ട് ഒരു. നമുക്ക് എന്തായാലും ബ്ലൂടൂത്ത് ഓണാക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ ഡിവൈസ് ആഡ് ചെയ്യണം. ഡിവൈസ് ആഡിങ് ഫീച്ചർ നമുക്കിവിടെ മുകളിലൊരു പ്ലസ് സൈൻ കാണാം. അതിൽ നമുക്ക് ഞാൻ ഒന്ന് സൂം ചെയ്യാൻ വേണമെങ്കിൽ കറക്റ്റായിട്ട് കാണാൻ വേണ്ടിയിട്ട് എന്താ നമുക്ക് ഇപ്പോൾ ഇവിടെ വാച്ച് എടുക്കുക, എഗ്രി കൊടുക്കുക, അസസ് ക്യാമറ പറയുന്നുണ്ട്. അപ്പോൾ ഇതാ കണക്റ്റിംഗ് ദ ഡിവൈസ് എന്ന് കാണിക്കുന്നുണ്ട്. ടു എൻഹാൻസ് യുവർ യൂസർ എക്സ്പീരിയൻസ് പ്ലീസ് കൺഫേം ദ പെയറിംഗ് ദ ഡിവൈസ് എന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ പെയർഡായിട്ടുണ്ട് നമുക്കിതിലും വാച്ചിലും ഒരു കൺഫർമേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ കൊടുത്തു. അപ്പോൾ അതാ സംഭവം പെയറിംഗ് സംഭവങ്ങളൊക്കെ വന്നു. അപ്പോൾ Amazefit Trex 2 ദ ഡിവൈസസ് ഇനീഷ്യലൈസിങ് ആൻഡ് വിൽ ബി റെഡി സൂൺ എന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ സിങ്ക്രണൈസ് അക്കൗണ്ട് ഫോർമേഷൻ എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. സെറ്റ് ആസ് എ ന്യൂ ഡിവൈസ്. അപ്പോൾ എൻ്റെ ന്യൂ ഡിവൈസ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഈ സാധനങ്ങളൊക്കെ ഉണ്ട്. ഇവരുടെ വാച്ച് ഫേസും സംഭവങ്ങളൊക്കെ ഭയങ്കര കിടിലുണ്ടാവുണ്ടോ ഒരു. അത് ഇവരുടെ വ്യത്യാസമുണ്ട്. Trexൻ്റെ ഭയങ്കര വ്യത്യാസമുണ്ട്. എല്ലാത്തിലും ഇങ്ങനെ നമ്മുടെ 𝘂𝘄𝑄𝑄 പോലത്തെ ഡിസൈൻ ആയിരിക്കില്ല. അപ്പോൾ ഞാൻ ഡൺ കൊടുത്തു. നമുക്കിതിൽ വാച്ച് ഫേസൊക്കെ ഇഷ്ടം പോലെ സംഭവങ്ങളുണ്ട് കേട്ടോ. വാച്ച് ഫേസിൻ്റെ ഒരു കുമ്പാരം എന്ന് വേണമെങ്കിൽ പറയാം. അത്ര അധികം ഉണ്ട് സംഭവം. അപ്പോൾ സ്വൈപ്പ് ഡൗണിന് നമുക്കത് ഞാനത് കാണിച്ചു തരാം. ഞാൻ ഡണ്ണ് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിൽ നമുക്ക് ഓൾമോസ്റ്റ് ഇപ്പോൾ 67% ചാർജ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പടം വന്നിട്ടുണ്ട് ഇവിടെ. ഹെൽത്ത് മോണിറ്ററിങ് സംഭവം ഒരു ഫീച്ചർ കാണിക്കുന്നുണ്ട്. ഓട്ടോ ഹാർട്ട് റേറ്റ് മോണിറ്റർ നമുക്ക് മെഷർ ഫ്രീക്വൻസി നമുക്കൊരു 5 മിനിറ്റിൽ മെഷർ ചെയ്ത് വെക്കാം. അതേപോലെ തന്നെ ആക്റ്റീവ് ഹാർട്ട് റേറ്റ് മോണിറ്ററിങ് അവർ ചെയ്യുന്നുണ്ട്. അത് നമുക്ക് അവർ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അപ്ഡേറ്റ് പിന്നെ നോക്കാം. ഓട്ടോ സ്ലീപ്പ് മോണിറ്ററിങ് കൊടുത്തിട്ടുണ്ട്. സ്ലീപ്പ് ബ്രീത്തിങ് ക്വാളിറ്റി മോണിറ്ററിങ് അതൊക്കെ ഉണ്ട് ഇതിൽ. നമുക്ക് സ്ലീപ്പ് ബ്രീത്തിങ് നമ്മുടെ സ്ലീപ്പ് ചെയ്യുന്ന സമയത്ത് ബ്രീത്തിങ് ക്വാളിറ്റി ഒക്കെ നോക്കും ഇവർ. പിന്നെ ഓട്ടോ സ്ട്രെസ് മോണിറ്ററിങ് അത് നമുക്ക് കൊടുക്കാം. സ്ട്രെസ് റിലീഫ് നോട്ടിഫിക്കേഷൻ, അതുപോലെ ഓട്ടോ ബ്ലഡ് ഓക്സിജൻ മോണിറ്ററിങ് അത് നമുക്ക് കൊടുക്കാം. ലോ ബ്ലഡ് ഓക്സിജൻ അലേർട്ട് വന്നിട്ടുണ്ട് അവർ. അപ്പോൾ നമുക്കൊരു 90 അല്ല ശരിക്കും 95 താഴേക്ക് പോയാലേ കുഴപ്പമുള്ളൂ. അപ്പോൾ ഹെൽത്ത് മോണിറ്ററിൻ്റെ കഴിഞ്ഞ് നമുക്ക് ഇനി അടുത്ത് നോക്കാനുള്ളത് നമ്മുടെ നോട്ടിഫിക്കേഷൻ്റെയാണ്. അപ്പോൾ ഇൻകമിംഗ് കോളിൻ്റെ നോട്ടിഫിക്കേഷൻ നമുക്ക് വേണം. അത് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഡിലേ അലേർട്ട് വേറെ ചെയ്തിട്ടുണ്ടല്ലോ. പിന്നെന്താ നോട്ടിഫിക്കേഷന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ സെറ്റ് ഡിലേ പറയുന്നുണ്ട്. ഡിലേ നമുക്ക് 3 സെക്കൻഡ്സ് ഡിലേ. ശരിക്കും ഡിലേ ആവശ്യമില്ല, പക്ഷേ 3 സെക്കൻഡ്സ് ഒരു മാക്സിമം ഒരു പറയുന്നുണ്ട്, അല്ലെങ്കിൽ മിനിമം ഒരു പറയുന്നുണ്ട്. ആപ്പ് അലേർട്ട് നമുക്ക് കൊടുക്കാം. ആപ്പ് കുറച്ച് ആപ്പുകൾ മാത്രമേ ഉള്ളൂ. നമുക്ക് വാട്സപ്പ് കൊടുക്കാം, സെപ്പ് കൊടുക്കാം. വേറെ അതിൽ മെയിനായിട്ട് സംഭവമൊന്നുമില്ല. പിന്നെ സ്റ്റാൻഡിങ് റിമൈൻഡർ ഓണാണ് ഓൾമോസ്റ്റ്. ഇൻകമിങ് SMS നമുക്കൊരു X കൊടുക്കാം. പിന്നെ ഇൻകമിങ് ഇമെയിൽസിന് നമുക്ക് കൊടുക്കാം. ഗോൾ നോട്ടിഫിക്കേഷൻ അത് ഓട്ടോമാറ്റിക്കലി ഓണാണ്. പിന്നെ നമുക്ക് വരുന്നത് വാച്ച് ഫേസസ് ആണ്. വാച്ച് ഫേസിൽ കുറേ ഇതിലുണ്ടെന്ന് ഇട്ടാണ്ടോ. നമുക്ക് ഓൾറെഡി വരുന്നുണ്ട്, കുറേ എണ്ണം വരുന്നുണ്ടോ. അപ്പോൾ വാച്ച് ഫേസിൽ ഇഷ്ടം പോലെ ഉണ്ട്. നമുക്ക് കസ്റ്റം ബാക്ക്ഗ്രൗണ്ട് ആയിട്ടുള്ള വാച്ച് ഫേസ് നമുക്ക് വേണമെങ്കിൽ ഫോട്ടോ എടുത്തിട്ടുള്ള ടൈപ്പ് വേണമെങ്കിൽ ഇടാം. അതുപോലെ തന്നെ ഇതിലുള്ള പോലത്തെ നമുക്ക് സൂചിയുള്ള മോഡലുണ്ടല്ലോ, നമ്മുടെ ക്രോണോഗ്രാഫ് വാച്ച് ഫേസ്, അങ്ങനത്തെ നമുക്ക് വേണമെങ്കിൽ ഇടാം കേട്ടോ. അത് ഇതിൽ കുറേ ഉണ്ട് കേട്ടോ. നമുക്ക് കാണാൻ പോകും. ജസ്റ്റ് ഒന്ന് ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് നമുക്ക് വല്ലതും ഇഷ്ടമാണെങ്കിൽ നമുക്ക് ഇൻസ്റ്റാളും ചെയ്യാമല്ലോ. അപ്പോൾ ആനിമേറ്റഡൊക്കെ ആണ്. ഇതിൽ ആനിമേറ്ററും പറ്റും കേട്ടോ. അപ്പോൾ നമുക്ക് ഞാൻ ആനിമേറ്ററിൽ ഞാൻ മോറ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ആനിമേറ്ററിൽ ഭയങ്കര സ്മൂത്താണ് കേട്ടോ ആപ്പൊക്കെ. ഈ ആനിമേഷനിൽ സംഭവം കാണാണ്ടോ. നമുക്ക് ഇതൊരു ക്രോണോഗ്രാഫും കൂടിയുള്ള ടൈപ്പ് ഉണ്ടെങ്കിൽ ഉണ്ടായിരുന്നു. അത് തൽക്കാലം ഇപ്പോൾ ഇത് മാത്രമേ കാണാറുള്ളൂ. എനിക്കത് അങ്ങനെ ഇത്ര ഇഷ്ടപ്പെട്ടില്ല. പിന്നെ കസ്റ്റം ബാക്ക്ഗ്രൗണ്ടിലും കൊള്ളാം. ഔട്ട്ഡോർ മോഡിൽ നമുക്ക് എന്തായാലും നോക്കി നോക്കാം. അതിലാണ് നമുക്ക് ഈ ക്രോണോഗ്രാഫ് മോഡൽ കുറേണ്ണം വരുന്നത് കേട്ടോ. അതിൽ നമുക്ക് അത് കുറേ ഉണ്ട് കേട്ടോ. അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് സംഭവങ്ങളുണ്ട്. ഔട്ട്ഡോർ എല്ലാം ഓരോ കാറ്റഗറി ആയിട്ട് തിരിച്ചേക്ക് വരും. സെൻസ് ഓഫ് ടെക്നോളജി എന്ന് പറഞ്ഞിട്ട് ഇതാ കണ്ടു. ഇത് കൊള്ളാലോ, ഇത് കൊള്ളാമല്ലേ. എന്തായാലും നമുക്ക് ഇതിലുള്ളത് നോക്കി നോക്കാം. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യാമല്ലോ. അപ്പോൾ എന്തായാലും വാച്ച് ഫേസസ് അത്യാവശ്യം കുഴപ്പമില്ലാണ്ട്. ആപ്പ് സ്റ്റോർ ഇതിലത്തെ ആപ്പ് ആവശ്യമുള്ളവർക്കൊക്കെ ആപ്പ് ഉള്ള സ്റ്റോറാണ് ഇത്. നാവിഗേഷൻ വിയർ, കാൽക്കുലേറ്റർ സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് വാച്ച് സെറ്റിങ്സിലേക്ക് പോകാം. എന്തായാലും ജസ്റ്റ് നോക്കി നോക്കാം. ഡിസ്പ്ലേ ആൻഡ് ബ്രൈറ്റ്നസ് കൊടുത്തിരിക്കുന്നത് നമുക്ക് ഓട്ടോ ബ്രൈറ്റ്നസ് നമ്മൾ എനേബിൾ ചെയ്തിട്ടുണ്ട്. സ്ക്രീൻ ഓൺ ഡ്യൂറേഷൻ 10 സെക്കൻഡാണ്. ഓൾവേസ് ഓൺ ഡിസ്പ്ലേ നമുക്ക് വേണമല്ലോ, ഉറപ്പല്ലേ. അപ്പോൾ എനേബിൾ ചെയ്യാം. ടേൺ ഓൺ ഓട്ടോമാറ്റിക്കലി. ഓക്കെ. വാച്ച് ഫേസ് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കത് ഓഫ് ആകണ്ടോ. ഈ വാച്ച് ഫേസ് നമുക്ക് ഇവിടെ പോയിട്ട് വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. ഫോളോ ദ കറണ്ട് വാച്ച് ഫേസ് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏത് കറണ്ട് വാച്ച് ഫേസ് ആണോ അതിൻ്റെ
ഓട്ടോമാറ്റിക്കലി ഇത് വരുന്നത് ഇടും എന്നാണ് പറഞ്ഞേക്കുന്നത്. പിന്നെ ലിഫ്റ്റ് ബ്രസ്റ്റ് വ്യൂ അത് നമുക്ക് ഓട്ടോമാറ്റിക്കലി ഓണാണ്. റെസ്പോൺസ് ടൈം നമുക്ക് സെൻസിറ്റീവ് കൊടുക്കാം. ഓക്കെ, ഇനി എന്താ, ഇനി നമുക്ക് സ്ക്രീൻ ഓൺ അപ്പോൾ നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട്. വെയ്ക്ക് ഡ്യൂറിങ് വർക്കൗട്ട് അത് നമുക്ക് വേണം. അപ്പോൾ അതൊക്കെ നമ്മൾ എനേബിൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സെറ്റിങ്സിൽ ഇഷ്ടം പോലെ സംഭവങ്ങളുണ്ട്. നമ്മൾ ഇത്രയും ഫുൾ സെറ്റിങ്സ് ആരും കാണിച്ചിട്ടുണ്ടാവില്ല. ഇത് ഒന്നാമത് നമുക്ക് ഈ വാച്ചിൻ്റെ ഫുൾ വീഡിയോസ് ഒന്നും നമ്മുടെ മലയാളത്തിൽ തീരെയില്ല. ഇന്ത്യയിൽ തന്നെ അത്യാവശ്യം കുറച്ച് 2-3 കേട്ടോ. അപ്പോൾ ഓഫർ ലോക്ക് ആൻഡ് പാസ്വേഡ് പറയുന്നുണ്ട്, അത് നമ്മൾ കൊടുക്കുന്നില്ല. വാച്ച് ലാംഗ്വേജ് സൗണ്ട് ആൻഡ് വൈബ്രേഷൻ പറയുന്നുണ്ട്. ബസർ സീൻസ്, ബസർ ഇൻറ്റൻസിറ്റി മോഡറേറ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. വൈബ്രേഷൻ പോലെ അലേർട്ട്, വൈബ്രേഷൻസിന് എന്തിനൊക്കെ വൈബ്രേഷൻസ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഡിഫോൾട്ടാണ് എല്ലാം വന്നിരിക്കുന്നത്. അപ്പോൾ അതങ്ങനെ തന്നെ നടക്കട്ടെ. പിന്നെ നമുക്ക് വർക്കൗട്ട്, ഡു നോട്ട് ഡിസ്റ്റർബ്, ക്വിക്ക് സ്റ്റാർട്ട്, എഡിറ്റ്, കൺട്രോൾ സെറ്റിങ്സ്, വാച്ച് ഫേസ് അത്രയേ ഉള്ളൂ. പിന്നെ നമുക്ക് വരുന്നത് ഫൈൻഡ് വാച്ച് അതാ കണ്ടു. സെർച്ചിങ് ഫോർ വാച്ച് ഇവിടെ വാച്ച് എനേബിൾ ചെയ്തുണ്ടോ. ഡിസ്കവറബിൾ അത് നമ്മൾ ഓൺ ചെയ്ത് കൊടുക്കുക. അല്ല, നമുക്കിത് ആവശ്യമില്ല. എന്ന് വെച്ചാൽ നമ്മുടെ വാച്ച് എല്ലാവർക്കും കാണാൻ പറ്റും. അപ്പോൾ ആക്ടിവിറ്റി ഹാർട്ട് റേറ്റിംഗ് ഷെയറിങ് കൊടുത്തിട്ടുണ്ട്. അത് ടേൺ ഓൺ ദി ഫീച്ചർ അല്ല സ്മാർട്ട് ഡിവൈസസ് നിയർ ബൈ ടു ഗെറ്റ് യുവർ ഹാർട്ട് റേറ്റ്. അതൊന്നും വേണ്ട നമുക്ക്. സിസ്റ്റം അപ്ഡേറ്റ് നമ്മൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് എത്ര സൈസ് ഉണ്ട് നോക്കട്ടെ ഞാൻ. 12 MB ഉള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ട് നമുക്കിത് ഇൻസ്റ്റാൾ ചെയ്യാമല്ലോ. അപ്പോൾ അതിന് മുമ്പ് ജസ്റ്റ് നമുക്ക് വാച്ച് ഫേസ് ഒന്ന് കാണാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഡിഫോൾട്ട് വാച്ച് ഫേസ് വന്നിരിക്കുന്നത്. നമുക്ക് മുകളിലായിട്ട് അതിൻ്റെ കുറേ എന്താ പറയുക, നോർമലി നമ്മുടെ ആൻഡ്രോയിഡിലൊക്കെ കാണുന്ന പോലെ തന്നെ നമുക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ബാറുണ്ട്. ഈ സൈഡിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ SMS സംഭവങ്ങളൊക്കെ വരും. ഈ സൈഡിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ ആപ്പ്, വർക്കൗട്ട്, ഹാർട്ട് റേറ്റ്, 1 ടാപ്പ് മെഷറിംഗ് എന്നൊക്കെ ഉണ്ട്. അത് നമുക്ക് മെഷർ ചെയ്ത ബ്ലഡ് ഓക്സിജനും ഹാർട്ട് റേറ്റ് മോണിറ്ററിങ് എല്ലാം ഒരുമിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. ഒറ്റ അടിക്ക് എല്ലാം കൂടി ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് നിറച്ച് വിഡ്ജറ്റ്സും കാര്യങ്ങളൊക്കെ കാണാനുണ്ട്. വർക്ക് സ്റ്റാറ്റസ്, PII, അലാറാം, സ്ലീപ്പ്, ഹാർട്ട് റേറ്റ്, അങ്ങനെ ഫുള്ള് നമുക്ക് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ Amazefitൻ്റെ ഒക്കെ സെൻസേഴ്സ് കിഡിലൻ സെൻസേഴ്സ് ആയിരിക്കും. ഒരു 98% ഒക്കെ നമുക്ക് ആക്യുറസി തരുന്ന കിഡിലൻ സെൻസേഴ്സാണ് അവർ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിനൊന്നും നമുക്ക് പ്രത്യേകിച്ച് ഡൗട്ടും കാര്യങ്ങളൊന്നും വേണ്ട. അപ്പോൾ ഇത് ഓട്ടോ ബ്രൈറ്റ്നസ്സിലാണ് വെച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിത് അമർത്തി പിടിച്ചാൽ ഓൾറെഡി ഇതിലുണ്ടായിരിക്കും കുറച്ച് ഒരു വാച്ച് ഫേസ് നമ്മളൊക്കെ ഇതിലുണ്ടായിരിക്കും. ഒരു കുറച്ച് അത്യാവശ്യം ഉണ്ട് കേട്ടോ. കുറവുണ്ട്, അത്യാവശ്യം കുറച്ചുണ്ട്. ഒരു 5-10 ഉണ്ട്. ഇതിൽ ഏതാ നല്ലത് വെച്ചാലോ? അതൊരു ആനിമേറ്ററാണ്. നമുക്ക് ബ്രൈറ്റ്നസ് കുറച്ച്, ഇതല്ല ബ്രൈറ്റ്നസ്. ഇതിൽ ബ്രൈറ്റ്നസ് കുറച്ച് കൂട്ടാം. ഇതിൽ പോവുക. ഇതിൽ നമുക്ക് ബാരോമീറ്റർ എല്ലാ സംഭവങ്ങളുണ്ട്. സെറ്റിങ്സ്, ഡിസ്പ്ലേയിൽ ബ്രൈറ്റ്നസ് ഇതാ. നമുക്ക് ഒരു മിഡിലിട്ട് കഴിഞ്ഞാൽ ഇത് നമുക്ക് വേണമെങ്കിൽ ഇത് ഏതുണ്ടോ അത് ഓട്ടോ ബ്രൈറ്റ്നസ് ആണ്. ഇതിപ്പോൾ ഞാൻ നല്ല ഇരുട്ടുള്ള റൂമിലിരിക്കുന്നത് കാരണം ഇത് മഞ്ഞിരിക്കണം കേട്ടോ. ഇപ്പോൾ നമ്മുടെ വാച്ച് ഫേസിൻ്റെ കാണുന്നുണ്ടോ, നല്ല ക്ലിയർ ആയില്ലേ. ഒരു പകുതി നമ്മൾ ഇട്ടിട്ടുള്ളൂ. കിഡിലൻ ഡിസ്പ്ലേ തന്നെയാണ് കേട്ടോ. മോലഡി ഡിസ്പ്ലേ ആണ് വരുന്നത്. പ്രത്യേകിച്ച് എടുത്ത് പറയാനൊന്നുമില്ല. അപ്പോൾ നിങ്ങളൊരു 15-16 റേഞ്ചിലൊക്കെ ഒരു വാച്ച് നോക്കുന്നുണ്ടെങ്കിൽ, അപ്പോൾ അതും ടഫ് വാച്ച് നോക്കുന്നുണ്ടെങ്കിൽ കണ്ണും പൂട്ടി എടുക്കാം കേട്ടോ. കിഡിലൻ സാധനമാണ് Amazefitൻ്റെ TRX മോഡൽ. TRX Pro ഉണ്ട്. അതിനായിട്ടും ഹൈ ക്വാളിറ്റി വരുന്നതാണ് TRX 2 കേട്ടോ. TRX Pro ഓൾമോസ്റ്റ് ഒരു 12 റേഞ്ചൊക്കെ വരിക. ഇതിൻ്റെ മോഡൽ, പുതിയ മോഡൽ ഇറങ്ങാൻ പോകുന്നത് റീസെൻ്റ്ലി ഒരു 5-6 മാസത്തിൽ തന്നെ നമുക്ക് ഇതിൻ്റെ TRX 3 ഇറങ്ങുന്നുണ്ട്. അപ്പോൾ അത് വെയിറ്റ് ചെയ്യുന്നവർക്ക് വെയിറ്റ് ചെയ്യാം. പക്ഷേ വലിയ ഡിഫറൻസ് ഉണ്ടാവുന്നില്ല എന്നാണ് ഞാൻ അറിഞ്ഞത്. എന്ന് വെച്ചാൽ ചില ഏരിയയിലൊക്കെ അത് റിലീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്കതായാലും മൈൻഡപ്പ് ചെയ്യാം. ഇതിൻ്റെ കുറേ കളേഴ്സൊക്കെ ഭയങ്കര ബെസ്റ്റ് സെല്ലിങ് സാധനമാണുള്ളത്. ഇതിൻ്റെ കളേഴ്സൊക്കെ അവൈലബിലിറ്റി ഭയങ്കര കുറവാണ്. അപ്പോൾ നിങ്ങൾ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വാങ്ങിക്കാൻ നോക്കുക. നമ്മുടെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ മൈൻഡപ്പ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. എന്തെങ്കിലും സംശയിക്കേണ്ട കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. നമ്മളെല്ലാ കമൻറ്റ് എപ്പോഴും എന്നാണ്. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.